ആണല്ലോ ഈ കഷ്ടപ്പാടുകൾ പറയും തോറും നമുക്ക് എത്തിപ്പറ്റാതെ വന്നതിന്റെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ലേ? ഒരുപാട് എത്തിപ്പെടാതെ പറ്റും, ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ട്, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ ഒരു മറുപടി ആയിരിക്കാം DNA. അത് എൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസറാണ് KV അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ഈ ബെൻസി പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസർ. എന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ. ഈ പറഞ്ഞ പോലെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും തോറും നമ്മൾ ഈ ദുഃഖങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണമായിരുന്നല്ലോ. അത് ആരോടാണ് അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നത്? ഞാൻ ഒറ്റക്കായിരിക്കും പറഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് സങ്കടങ്ങൾ പറയുന്ന ഒരാളാണ്. കാരണം നമ്മുടെ വീട്ടുകാരോടോ അല്ലെ വൈഫിനോടോ അല്ലെങ്കിൽ കുട്ടികളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്, അന്നെ നല്ല ഫ്രണ്ട്സ്, ഇവരോട് നമ്മൾ എത്രത്തോളം പറയാം, മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാറിനോട് പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊജക്ട് നടന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഷൂട്ട് നിൽക്കുന്നു, അത് പിന്നെ തുടങ്ങുന്നു. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നസ്കർ ഒത്തിരി മാനസികമായിട്ട് തകർന്നിരുന്നു. ഇടയ്ക്ക് നിൽക്കുന്നു അല്ലേ, ഇടയ്ക്ക് ഡ്രോപ്പായി പോകുന്നു, അതിൻ്റെ സിനിമയല്ലേ. പക്ഷേ അതൊക്കെ മാറി. കാരണം പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പടത്തിന് വേണ്ടി പ്രൊഡ്യൂസർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും എവിടെ വേണമെങ്കിലും പറയാം, എനിക്ക് അതിനൊരു ഇതുമില്ല. കാരണം എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഞാനില്ല. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്കാടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് ഡയറക്ടർ സാറാ പറഞ്ഞു, T. സുരേഷ് ബാബു സാറാ പറഞ്ഞു, അഷ്കറിനെ വെച്ച് ഞാൻ പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. മമ്മൂക്കാനെ വെച്ച് പടം ചെയ്ത ആളാണല്ലോ, മമ്മൂക്ക ഹിറ്റ് കൊടുത്തത്. പുള്ളി പോയി പറഞ്ഞു, അവനെ വെച്ചാണ് പടം ചെയ്യുന്നത്. എന്താ നിങ്ങൾ കാണിക്കാൻ പുള്ളിക്ക് ക്യൂരിയോസിറ്റി, എന്താണ് DNA. എപ്പോഴും പുള്ളിയെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോഴും അദ്ദേഹം പറഞ്ഞു, DNA എന്തായി, കഴിഞ്ഞില്ലേ, ഷൂട്ട് കഴിഞ്ഞില്ലേ, ഇത്ര ദിവസമായാലും എന്താ പരിപാടി. അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ്. അതായത് നമ്മൾക്കും ഇതിന്റെ ഔട്ട് വരുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ. ഷൂട്ടിന്റെ സമയത്തൊക്കെയാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഉമ്മ മരിച്ച സമയം അസ്കർ എന്ന് വരുന്നത്. ഞാൻ ഉമ്മ മരിച്ച സമയത്താണ്, ഷൂട്ടിന്റെ സമയത്ത് നിന്നാണ് അസ്കർ വരുന്നവരെ ലൊക്കേഷൻ വരികയൊക്കെ ചെയ്തത്. എന്തായാലും എന്ത് പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ സ്വയം പോയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും. കാര്യങ്ങളൊന്നും നമ്മൾ എന്തുണ്ടോ അത് വരും, അതൊരു സമയം തരും. ആ സമയം ആണിപ്പോ, ആ സമയം ആകണം. DNA നിൽക്കുകയാണ് അല്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയിലേക്കുള്ള യാത്ര. ഇപ്പൊ ഞാൻ ഓൾറെഡി ഈ പ്രൊഡക്ഷനിന്റെ 3 പടം കഴിഞ്ഞിട്ടുണ്ട്, 2 പടം കഴിഞ്ഞു. ഇനി അടുത്ത പടം റെഡിയാണ്. എന്റെ പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസർ ദത്തെടുത്തേക്കാണ്. അതല്ല, അങ്ങോട്ട് എടുത്തേക്കാണ്. അതൊരു നമ്മൾ തൃശ്ശൂർ അങ്ങ് എടുത്ത പോലെ അഷ്കർ സവാനെ ബെൻസി പ്രൊഡക്ഷൻ എടുത്തേക്കാണ്. സുരേഷ് ഗോപി എടുത്ത പോലെ അസ്കറിനെ ബെൻസി പ്രൊഡക്ഷൻ എടുത്തേക്കാണ്. കൊടുത്തു. എന്തായാലും നല്ല സിനിമകളാകട്ടെ. നമുക്ക് അസ്കറിന്റെ കഷ്ടപ്പാടുകൾ ഒത്തിരി അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെ പേഴ്സണലി എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ആ കഷ്ടപ്പാടിൽ ഫലം കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിപ്പോൾ തുടർച്ച സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിലെ കഥാപാത്രത്തിന്റെ പേര്? എന്റെ ഇതിനകത്ത് പേര് ഇത് തന്നെയാണ്, ഹന്ന തന്നെ. എൻ്റെ അകത്ത് ഹന്ന അലക്സാണ്ടർ തന്നെ, റേഡിയോ ജോക്കി ആയിട്ട് തന്നെ. അഷ്കറിന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. സോ ഒത്തിരി ഇപ്പം ഹൈദരലിക്ക സംസാരിക്കുന്നില്ലേ, സ്പോണ്ടേനിയസ് ആവുന്നത്. എനിക്ക് ആ കഴിവില്ല, പക്ഷേ ഹന്ന അലക്സാണ്ടർ സ്പോണ്ടേനിയസ് ആവണമായിരുന്നു. സോ അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു RJ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ അങ്ങനെ ഒരു പോകുന്ന ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഇപ്പൊ കേട്ടോ. ആദ്യം ഇന്റർവ്യൂ മിണ്ടത്തില്ല, ഇപ്പൊ നല്ല ഫാസ്റ്റ് ആണ്, അതെനിക്ക് കാണുന്നുണ്ട്. എനിക്കൊന്ന് ഹൈദരലിക്കയാണ് ഞാൻ കമ്പനിയായി സെറ്റായി, നമ്മൾ സെറ്റായി. അതെ, എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ. അതെവിടെ ട്രെയിനിങ് ചെയ്ത്? ട്രെയിനിങ് ഒന്നുമില്ല, ഞങ്ങൾ രണ്ടും കൂടെ വരും. ഞങ്ങള് മൈക്ക് ഓൺ ആക്കും. സംസാരിക്കുന്നത് 91.8 ലക്ഷ്മി സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ട്രെയിനിങ് സെഷൻ ആയിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു പറഞ്ഞത്? ഇഷ്ടം രണ്ടിലെയും പാട്. അതും കേട്ടില്ല. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്. ഓ മാമം മാമം മാമ ചന്ദമാമ, ഓ മാമം മാമം മാമ ചന്ദമാമ, ഞാനൻ ജനലരികിൽ നിൽപ്പൂ നിന്റെ മുഖമഴക് നോക്കിയോരോ. വാട്ട് വാസ് ഇറ്റ്? ബാക്കി അറിയില്ല, മറന്നുപോയി. இந்த சாங் கேட்டப்போ உங்களுக்கு நஸ்டாலஜி இருக்குல்ல, சொல்லுங்க. சின்ன குழந்தைல இருந்து நியூ பார்ன் பேபிஸ்ல இருந்து எனக்கு
என்னோட பேரே மறந்துட்டேங்க அந்த அதில் சந்தமாமான்னு சொல்லிட்டு இருந்தாங்க. எப்போ எங்கே பார்த்தாலும் எந்த இனாக்ரேஷன் இல்லைன்னா பப்ளிக் அப்பியரன்ஸில் பார்த்தா எல்லா குழந்தைங்களும் சந்தமாமாலாம் சொல்ல. ஸோ தட் வாஸ் அன் ஹாப்பினஸ். யூனோ ஒரு ரெக்கக்னைசேஷன், உங்களுக்கு ஒரு பேர்ல இருந்து ஒரு ரெக்கக்னைசேஷன் வரும், ஒரு படத்துல இருந்து ஒரு ரெக்கக்னைசேஷன் வரும். எனக்கு வந்து ஒரு படத்துல இருந்து ஒரு படம் வந்து அவ்வளோ இம்பேக்ட் கொடுத்துருக்கு. ராக் அண்ட் ரோல், லாலேட்டனோட படம் என்னோட ஃபர்ஸ்ட் படம். ஸோ இட் வாஸ் அ வெரி பிக் ஹிட் ஃபார் மீ. எனக்கு வந்து அப்போது வந்து நான் வந்து மலையாளம் இண்டஸ்ட்ரி ஒரு ஃபர்ஸ்ட் படம் பண்ணுறது ஒரு மைண்ட் செட் என்ன இருந்தது, எல்லா இடத்துலையும் நான் ஒரு படம் பண்ணியிருக்கேன், ஒரு நல்ல படம் இப்போது சூப்பர் ஸ்டாரோட வந்திருக்கு, நாங்கள் பண்ணலாம், அந்த மாதிரி யோசிச்சுட்டு தான் நான் பண்ணியிருந்தேன். பட் த அமௌண்ட் ஆஃப் லவ், த அமௌண்ட் ஆஃப் சப்போர்ட் எனக்கு இங்கே இருந்து மலையாளம் இண்டஸ்ட்ரியிருந்து வந்துருச்சு. எனக்கு வந்து எங்கேயும் அந்த மாதிரி ஒரு பர்சனல் ஃபீலிங் கிடைக்கல. ஸோ அந்த சந்தமாமா சாங் தனியாக நின்றுச்சு அந்த படத்தில் வந்து. I never thought it was going to be such a huge hit, but and the value of that song was so much. அது ரிலீஸ் ஆனது அப்புறம் தான் எனக்கு அந்த வேல்யூ பற்றி தெரிஞ்சிருச்சு. பட் லிட்ரலி தட் மச். இன்னைக்கு வரைக்கும் நான் எத்தனை படங்கள் பண்ணியிருக்கேன், பட் பீப்புள் ஸ்டில் ரிமெம்பர் மீ ஃபார் தட் சாங், சந்தமாமா சாங். இட்ஸ் அன் எவர்கிரீன் சாங். சில சாங்ஸ், சில ஃபில்ம்ஸ் வந்து எவர்கிரீனாக இருக்கும், நீங்கள் மறக்க முடியாது. ஸோ திஸ் இஸ் ஒன் ஆஃப் தெம். ஸோ தட் ஹஸ் பீன் அ மேஜர் ரிமார்க்கபிள் ஃபில்ம் அண்ட் த சாங் ஃபார் மீ. உங்களுக்கு இன்னும் இந்த சினிமா தான் இன்னும் உள்ளில் இருக்குங்க. இந்த சினிமா சந்தமாமா இந்த சாங் தான் எங்களுக்கு இன்னும் உங்களுக்கு இன்னும் ஓர்மை இருக்குங்க. நிறைய அந்த சாங் மட்டும் இல்ல, நிறைய பயங்கரமா டான்ஸ். இந்த சாங் லாரன்ஸ் மாஸ்டர் கூட என்ன டான்ஸ் பண்ணிருக்காங்க. அதெல்லாம் வேற லாங்குவேஜ். அது வேற லாங்குவேஜ். அல்ல மலையாளம். மலையாளம்லயும் நிறைய இப்போ அண்ணன் தம்பியும் நிறைய அதுல வந்து சட்டம்பி நாடுல செம்பதலி பூங்கல் அதுலேயும் நல்லா அதுவும் ரெக்கக்னைஸ். ஆனால் என்னோட ஃபர்ஸ்ட் படம் ஆஸ் அ ரிமார்க்கபிள் சாங் வந்து சந்தமாமா. அது வந்து எல்லா ஜென்ரேஷனுக்கு போயிருக்கு. நியூ பார்ன் கிட்ஸ், அந்த ஒரு 1 year கிட்ஸ்ல இருந்தா ஸ்கூல் கிட்ஸ்ல இருந்து காலேஜ் கிட்ஸ்ல இருந்து அடல்ட்ஸ் எல்லாருமே பார்த்துருக்காங்க. ஸோ அது ப்ளஸ் ஒரு ரொம்ப ஹம்மபிள் சாங் சந்தமாமா. ஈஸியான சாங் இல்லை, அது வந்து ஒரு வாயில வந்துடும். ஸோ அந்த மாதிரி ஒரு அன்ஃபர்கெட்டபிள் சாங்னா சந்தமாமா தான். லொக்கேஷனில் மம்முக்கா லாலட்டன் ரெண்டு கேரக்டர் தான். உங்களுக்கு எனக்கு மெமரியில் வர எந்த இருக்கு மம்முக்காக டோக் அந்த மெமரியில் இருக்கா படம் பண்ணும்போது? ஓ, 2 பேரோடவும் என்கிட்ட நிறைய மெமரிஸ் இருக்கு. பிகாஸ் 5 படம் பண்ணிருக்கேன். மெமரி என்ன, இட்ஸ் பிகம் லைக் அ ஃபேமிலி. எனக்கு வந்து எல்லா படத்துல வந்து நான் வேற ரோல் பண்ணும்போது 2 பேருமே எனக்கு நிறைய ஹெல்ப் பண்ணியிருக்காங்க. ஃபர்ஸ்ட் நான் நடிக்கும் போதெல்லாம் 2 பேருமே எனக்கு ரொம்ப ஹெல்ப்ஃபுல்லாக இருந்தாங்க. அவங்க வந்து லெஜெண்ட்ஸ். அவர் கேமரா அவங்க வந்து நின்னும் போது கேமரா ஆக்ட் பண்ணோம். இவங்க அந்த மாதிரி அது பிகாஸ் இவங்க ஆக்ட் பண்ண மாட்டாங்க. இவங்க வெரி நேச்சுரலாக எஃபர்ட்லெஸ் ஆக்டர்ஸ். இவங்க நம்மளுக்கு எல்லாம் மேக்கப் பண்ணி லைன்ஸ் எல்லாம் பண்ணி அவர் முன்னாடி நிற்கும் போது நான் ஃபர்ஸ்ட் வந்து ரொம்ப நர்வஸாக இருந்தேன். பட் தே ஆர் த ஒன் எனக்கு வந்து நிறைய ட்ரிக்ஸ் எல்லாம் சொல்லி கொடுக்குறது, நிறைய எப்படி எல்லாம் பண்ணணும், மலையாளம்ல என்னென்ன பண்ணால் நல்லா இருக்கும். ஸோ இதெல்லாம் சின்ன 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 ஐடியாஸ் கொடுத்து எனக்கு வந்து ஒரு பார்ட் ஆஃப் மலையாளம் இண்டஸ்ட்ரி சேர்ந்துட்டாங்க. அண்ட் ஐ திங்க் தி பிக் அப்ரிசியேஷன் அண்ட் தேங்க்ஸ் கோஸ் டு தெம். ஏன்னா அவங்க வந்து எனக்கு ஒரு மலையாள பொண்ணு மாதிரி ட்ரீட் பண்ணிருக்காங்க. பார்பி டோல் மாதிரி மலையாள பொண்ணு தான். ஸோ அந்த மாதிரி எனக்கு என்ன சொல்றது, அந்த மாதிரி தான் எனக்கு நிறைய அஃபெக்ஷன் வந்திருக்கு. ஸோ இட்ஸ் ஆல் பிகாஸ் ஆஃப் தெம். ஸோ மம்முக்காவோட நான் ஆக்சுவலி அண்ணன் தம்பி பண்ணும்போது என்கிட்ட நிறைய லைக் மெமரிஸ் இருக்குது. நான் வந்து சீன் எல்லாம் நடக்கும்போது மம்முக்கா வந்து எப்போ பார்த்தாலும் மம்முக்காவோட செட்டில் வந்து எவ்ரி ½ an hour ஏதாவது ஒரு சாப்பிட்றதுக்கு வந்துட்டே இருக்கும். இவள் சாப்பாடு கொடு, இவள் சாப்பாடு கொடு, இவள் சாப்பாடு கொடு, இவங்க வந்து வெயிட் போடணும். அப்பத்துலேருந்து ஹீ இஸ் ஆல்வேஸ் ஆஃப்டர் மை வெயிட். இல்லை இவளுக்கு கொடு. ஸோ இஸ் லிட்ரலி டேக்கன் கேர் ஆஃப் ஒரு சைல்டு மாதிரி இருக்கும்ல, அந்த மாதிரி ஒரு நான் சாப்பிட அவங்க முன்னாடி சாப்பிட்டதே இல்லை. ஸோ அவரோட செட்ல வந்து எப்போ பார்த்தாலும் அவங்க வந்து ஃபூடி மம்முக்கா. அவருக்கு நல்லா சாப்பாடு ஸ்நாக்ஸ் வந்துட்டே இருக்கணும். அவர் கேட்க வேணாம், பயங்கர டயட்ல இருக்க சொல்லிட்டு
லைட்டா சாப்பிட்டு அவெல்லாம் சாப்பிட்டியும் இவ்வளவு நல்லா மெயின்டைன் பண்ணுவாங்க. நான் நினைச்சிட்டு இருப்பேன் நாங்க ஒரு அந்த பஜ்ஜி வஜ்ஜி சாப்பிட்டா நம்மளுக்கு அடுத்த நாள் வந்து ப்ளோட்டிங் ஃபீல் வரும். இவங்க சாப்பிட்டு இப்படியே மெயின்டைன் இருக்காங்க. பண்றாங்க. சேம் லாலேட்டன் வந்து எனக்கு நிறைய ஹெல்ப் பண்ணியிருக்காங்க. மலையாளம் லைன்ஸ் சொல்றதுக்கு எப்படி ஈஸி பண்ணணும், எப்படி ஒரு ஸ்ட்ராட்டஜியா பண்ணணும், எனக்கு நிறைய ஈஸி பண்ணி சொல்லி கொடுத்துருக்காங்க. ஸோ ஹீஸ் ஆல்வேஸ் பீன் தட் லவ்விங் கோஸ்டார் ஆன் செட். எனக்கு நர்வஸ்னஸ் ஆனால் அடிக்கடி டேக் ரிப்பீட் ஆனாலும் எனக்கு வந்து சொல்ல இட்ஸ் ஓகே, ட்ரிங்க் வாட்டர், இட்ஸ் ஓகே, நோ ப்ராப்ளம், அந்த மாதிரி ஒரு கம்ஃபர்ட் லெவல் கொடுத்து he's just made ரெண்டு பேருமே they have different qualities, so both have their own charm. so எனக்கு வந்து when I see them na I said இவங்க இவ்வளோ down to earth இருக்காங்க. I have never seen superstars being so down to earth, so nice to their co-stars and people around production le எப்போ பார்த்தாலும். so you get to learn so much from them, you know. so I'm one of the blessed heroines in Malayalam where I've done 5 films with Mamukka and Lalita, both same, equal. ஒரு படம் இவர்கிட்ட பண்ணா ஒரு படம் அவருக்கு பண்ண அந்த மாதிரி இருந்தது. ஒரு ஸ்டேஜ்ல அப்படி இருந்தது. இப்போ மம்முக்கா ஆச்சா இப்போ மோகன்லால் சார் ஆச்சா இப்போ மம்முக்கா, அந்த மாதிரி போயிட்டே இருந்தது. லாலேட்டா மம்முக்கா அந்த மாதிரி. எவ்ரி இயர் இன் அ இயர் ஒரு படம் மம்முக்கா ஒரு படம் லாலேட்டு. So I think I'm one of the luckiest heroines that I've done so many films repeatedly with Mamukka and Lalita. ലക്കിതാണ്, ലക്കി ആക്ടർ. മലയാളി തന്നെയാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം വലുതാണ് അല്ലേ? ആ സമയത്ത് ഇവരുടെ സിനിമയാണല്ലോ ഇപ്പൊ പറഞ്ഞ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ, അതിനേക്കാൾ സുന്ദരിയായിട്ട് ഇപ്പൊ ഇരിപ്പില്ലേ? അതെ, ഇപ്പോൾ നമുക്ക് മമ്മൂക്കയെ പോലെ തന്നെയല്ലേ? ഈ സുന്ദരിയോട് നമുക്ക് അഭിനയിക്കാനും പറ്റും. ഈ സുന്ദരി മാത്രമേ രണ്ട് സുന്ദരി not aging. ஒரு டைம் வந்தது எப்போ நான் மம்முக்கா ஒரு ஐ டோன்ட் வாண்ட் டு நேம் தி ஆக்டர், ஒரு ஆக்டர் எனக்கு ஃபோன் பண்ணி சொல்றாங்க, நீங்க ஒரே சூப்பர் ஸ்டார் கூட தான் நடிப்பீங்களா, நம்ம அது கீழே வர மாட்டீங்களா? நான் சொல்லிட்டேன் அப்படியெல்லாம் ஒண்ணும் இல்லை, நீங்க கூப்பிட்டா நான் வருவேன்னு சொல்லிட்டு ஒரே சூப்பர் மம்முக்கா லாலேட்டன் நம்ம கூடவும் நீங்க பண்ணலாம்ல, நீங்க ஒரே சூப்பர் ஸ்டார் கிட்ட சொன்னா நாங்க தொட மாட்டோம் உங்களுக்கு சொல்லுங்க. அந்த ஒரு லிட்ரலி அந்த மாதிரியா இருக்கு. பட் I've been lucky to do some really amazing projects with them. எங்க எப்படி மெயின்டைன் ஃபுட்டெல்லாம் எப்படி மெயின்டெனன்ஸ்? ஃபுட்டு வந்து நான் ஃபுட்டு நல்லா சாப்பிடுவேன், ஆனால் நான் நிறைய ஒர்க் அவுட் பண்ணுவேன். കേട്ടോ സിസ്റ്ററെ, ഞാനാ കേട്ടോ നീ സിനിമ ആണോ? നല്ല വർക്കൗട്ട് ചെയ്യും, ഫുഡും കഴിക്കും. ஒரே மம்முக்காவோட படத்துல வந்து நான் வெயிட் போடுவேன். ஏன்னா ஏதாவது வந்துட்டே இருக்கும் சாப்பாடு. ஃபர்ஸ்ட் எனக்கு தான் கொடுப்பாங்க, அவளுக்கு கொடு அவ வெயிட் போடணும், நம்ம என்னோட வைஃப் மாதிரி தெரியணும், வெயிட் போடு லிட்ரலி அந்த மாதிரி. இந்த மாதிரி ஒரு குட்டநாடன் ப்ளாக்லயோ அப்படிதான் ஆயிடுச்சு. நான் கொஞ்சம் ஒல்லே ஆயிட்டேன். என்ன லக்ஷ்மி ராய் இது, பழைய லக்ஷ்மி ராய் மாதிரி வா போ. அதான் லிட்ரலி மம்முக்கா இப்படி சொல்லியிருக்காங்க எனக்கு. அண்ணன் தம்பி லக்ஷ்மி ராய், ஒரு குட்டநாடன் லக்ஷ்மி ராய், ரெண்டு செட்டமே நாட்டிலையும் இப்படியா இருந்தது. யார் எந்த ப்ரொடக்ஷன் மெயின் ஹெட் எக்ஸிக்யூட்டிவ் கூப்பிட்டு ஃபர்ஸ்ட் சாப்பாடு செட்டில் வந்தா அவருக்கு கொடுக்கணும். அந்த மாதிரி லிட்ரலி செப்பரேட் டிஃபன் பாக்ஸ் வந்துட்டு இருந்தது. எல்லாம் ஸ்வீட்ஸு, அந்த பனானாவோட உங்களோட டிஷ் இருக்குல்ல, பனானா ஃப்ரை, அது வந்து அது எல்லாமே, அந்த கோகனட், அந்த வாட் யூ சே இந்த லீஃப் അട അത് വേറെ പേര് പറയും. ഷൈൻടോൺ ചൊക്കെയാണ് പറഞ്ഞത്, ഞാൻ പറയാം. அது வந்து கொடுத்து இது ரொம்ப ஹெல்தி சாப்பிட்டு. അല്ല, അന്നും ഈ സാധനങ്ങൾ, ഈ അടയൊക്കെ അന്ന് ഫേമസ്. പക്ഷെ അന്നൊക്കെ അട കഴിക്കുമ്പോൾ ഒരു എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഡ്യൂസറിൽ നോക്കി എത്തി എത്ര എടുത്തു എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ തന്നെ. എലയുടെ പേര് ഞാൻ പറയട്ടെ, നമ്മുടെ ലൊക്കേഷൻ വത്സൻ എന്നാണ് പറയുക എലയുടെ, അല്ലേ? അങ്ങനെയാണ് സിനിമ, നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ. ഐ ലവ് കേരള ഫുഡ്. പിന്നെ എണ്ണ ഇങ്ക തന്നെ നില്ലുങ്ക, நல்ல நல்ல ஃபிலிம் ரிலீஸ் ஆனதுக்கப்புறம் வேற லெவல் அது இருக்கு. நான் இங்க தான் உங்களுக்கு மம்முட்டி லாலேட்டன் கூட நடிக்கணும்னு ஆഗ്രഹம் இருக்கு. of course நான் வந்து அவர் இன் ஹவுஸ் என்னது பேரு இன்ஹவுஸ், இப்போ இவங்க கம்பெனி ஸ்டார் எப்படி, இப்போ இவங்க கம்பெனி ஆர்டிஸ்ட், பெப்சி ப்ரொடக்ஷன் கம்பெனி ஆர்டிஸ்ட். அதே மாதிரி எனக்கும் மாச சம்பளம்
எப்போ அந்த மாதிரி பிகாஸ் மம்முக்காவோட நடிக்கணும்னா நான் வந்து மம்முக்காவோட வைஃப் தான் இருப்பேன் எல்லா படத்துலயும். மம்முக்காக்கும் கம்பெனி இருக்கு, மம்முட்டி கம்பெனி மம்முட்டி கம்பெனி ப்ரொடக்ஷன் இருக்கு. அது இருக்கு. ஆனா அவங்க என்ன எங்களுக்கு எல்லாம் ப்ரொடக்ஷன் அவங்க பண்ணும்போது ஒரு எல்லாமே ப்ரொடக்ஷன் அவங்க ஆரம்பிக்க production. போறீங்க, நான் வந்து ஒரு கேரக்டர் பண்ண போறேன். கண்டிப்பா கம்பெனி நீங்க மேடம், mix பண்ணுவீங்களா? பென்சிக்கு ராயலட்சுமி லாயல்டி லாயல்டி அங்க இருக்கு. இருக்கு இங்க எப்படி நடக்கும்? இங்க ராயல்டி அங்க லாயல்டி ഇല്ല, എഗ്രിമെന്റ് ഒന്നും ഇല്ല. அப்படியா? എന്തായാലും ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. ஒரு படம் இவங்க மம்முக்கா நான் இருக்கணும் அந்த மாதிரி. இப்படி இருக்கு, അതൊന്ന് ആലോചിക്കാൻ നോട്ടോ. കണ്ണൂർ So, மம்முக்கா வந்து எப்போ மம்முக்காவோட நான் ஒரே ஒரு கேரக்டர்ஸ் பார்த்தா ஒரு படத்துல வந்து நான் வந்து வைஃப் ரோல், கேர்ள் ஃப்ரெண்ட் டு வைஃப் ரோல், இல்லைன்னா லிட்டில் ஏஜ்ட் வைஃப் ரோல் வித் குழந்தை, அந்த மாதிரி தான் மம்முக்காவோட ஸ்கிரிப்ட்ஸே வேற இருக்கும். லாலேட்டனோட நான் கேர்ள் ஃப்ரெண்ட் பண்ணியிருக்கேன், லவ் இன்ட்ரெஸ்ட் பண்ணியிருக்கேன், கேசினோவால மாடர்ன் அல்ட்ரா மாடர்ன் கேரக்டர்ஸ் பண்ணியிருக்கேன், ட்வின் கேரக்டர் பிரியதர்ஷன் சாரோட படத்துல வந்து அதோட ரொம்ப பெரிய டைட்டில் அது ட்வின்ஸா. ஸோ நிறைய வேற வேற கேரக்டர்ஸ் பண்ணியிருக்கேன். மம்முக்காவோட படத்துல வந்து நான் எப்போ ஒரு வைஃப் தான். எந்த ஸ்கிரிப்ட் இருந்தாலும் நான் வைஃப். പടത്തിലെ വൈഫ്, ലാലേട്ടൻ പടത്തിലെ ലവ് ഗേൾ ഫ്രണ്ട്, லவ் இன்ட்ரெஸ்ட். ஸோ அவர்கிட்ட யங் இங்க போஸ்ட் மேரிட் அங்க ரிலேஷன்ஷிப் அந்த மாதிரி அந்த കോമ്പിനേഷൻ. അല്ല എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂക്കാടെ ലാലേട്ടനും കൂടെ 5 ബാലൻസ് ചെയ്ത് സിനിമ അഭിനയിച്ചിട്ട് 6 വർഷത്തെ ഗ്യാപ്പില്ല, 3 വർഷം നമ്മൾ കോവിഡിന് പ്രളയത്തിനൊക്കെ കൊടുത്തു 3 വർഷത്തിന് ശേഷം വന്നിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരു എന്താണ് ആ മലയാളത്തിനുള്ള ഇഷ്ടം, ആ പ്രിയമാണല്ലോ വീണ്ടും വരുന്നത്. അല്ലെങ്കിൽ എത്രയോ സിനിമകൾ മറ്റ് അന്യഭാഷയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഈ ഒരു കമ്പനിയിലേക്ക് വരാനുള്ള ഒരു അതിന്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ. അതെ, നല്ലൊരു എൻട്രിയും കൂടെയാണ്. നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് വരുന്നത്, അതിൽ വേറെ ഗെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. Thank you so much. സൂപ്പർ ആയിരുന്നു. நல்லா இருக்குது. நான் பார்த்தது நான் இன்னும் பார்க்கல படம். So I want to see it. நான் வெயிட் பண்ணிட்டு മൊത്തം കണ്ടല്ലേ? ഇല്ല, മൊത്തം നാളെ കാണണം. നാളെ കാണുന്നുണ്ട്. ഇന്നലെ പ്രൊഡ്യൂസർ കണ്ടു, അദ്ദേഹം ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ பார்த்தாச்சு. ഒരു പ്രൊഡ്യൂസർ ഫുൾ ഫാമിലി പടം പാത്തിച്ച് അത് ഭയങ്കര ഹാപ്പിയാണ്. ഇനി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രഷറിലാണ്. മലയാള സിനിമയ്ക്ക് നല്ല മഴയും കൂടെ സമയമാണ്. ഉണ്ട്, അതിന്റെ ഒരു ടെൻഷനും അല്ല, മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ്. മഴയൊന്നും ഒരു വിഷയമല്ല. ടെർബോ ഇറങ്ങിയപ്പോൾ പുറത്ത് മഴയും അകത്ത് ഇടിയും എന്നാണ് പറഞ്ഞത് അല്ലേ? ഇടിയും മിന്നലും പോലെ അകത്ത്. അങ്ങനെ എല്ലാ സിനിമകളും നല്ല വിജയത്തിലേക്ക് പോകും. ഇറങ്ങിയ എല്ലാ സിനിമയും നമ്മളെ ഡിസംബർ നേരെന്ന സിനിമകളോടുകൂടി തുടങ്ങിയ വിജയമാണ്. ആ വിജയം ഇങ്ങനെ നിൽക്കുകയാണ്. തിയേറ്ററിൽ ഉത്സവം പോലെ മലയാള സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പടങ്ങളും നന്നായി, നമ്മുടെ പടവും DNA നന്നായി വരട്ടെ. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ. ലോക മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഏറ്റെടുത്താണ് മലയാള ഭാഷ. അപ്പോൾ എവിടെ ഇരുന്നാലും സിനിമ വിജയമുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇനിയും നമുക്ക് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്ത് പോവല്ലേ അല്ലേ? ഇനിയൊരു കാലഘട്ടത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, അന്നത്തെ കഥകളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അല്ലേ? ഇപ്പം വേറെ ഏതാണ് പ്രൊജക്ട് നടക്കുന്നത്? ഇപ്പം ഞാനൊരു ഫീമെയിൽ ഓൺലി സബ്ജക്ട് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂ ഡയറക്ടറാണ് നിലേഷ്. എൻ്റെ ആക്ടർ കോ ആക്ടർ എൻ്റെ കലേഷാണ്, നമ്മുടെ സെൽവ, ഹൃദയത്തിലെ സെൽവ. സോ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഹീറോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിൻ്റെ ഒരു 3 ഡേയ്സ് പെൻഡിങ് ഉണ്ട്. ബാക്കി 2 മലയാളം തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കറൻ്റ്ലി എക്സൈറ്റഡ് നമ്മുടെ DNA എങ്ങനെ പ്രേക്ഷകരെ എടുക്കും. ബിക്കോസ് ത്രില്ലറാണല്ലോ. ബിക്കോസ് ഇപ്പം കുറേ ത്രില്ലർ ജോണറുകൾ വരുന്നുണ്ട്. സോ അതിൽ ഒരു വെറൈറ്റി സാധനമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് TS സുരേഷ് സാർ ഇപ്പം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. സോ പെൻസി പ്രൊഡക്ഷൻ ഇത് ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റും കൂടിയാണ്. അപ്പം കുറേ ആർട്ടിസ്റ്റും ഉണ്ട്. ഇപ്പോൾ പോസ്റ്ററിലായൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഒന്നും ആരും ഇട്ട് ചെറിയൊരു റോൾ വരെ വലിയ സ്റ്റാർസിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാളുടെ ഫേസ് പോലും നമുക്ക് നോൺ ആയിട്ടുള്ള അല്ലാത്തവരാരുമില്ല. എവ്രി വൺ ഇസ് നോൺ. സോ ഐ തിങ്ക് പ്രേക്ഷകർ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും. ബിക്കോസ് റൈറ്റ് നൗ ഇപ്പം ഹൈദർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഓഡിയൻസ് ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതാണ്. ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഇസ് നമ്മുടെ ഭാഗത്തുനിന്ന് 100% കൊടുക്കുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് എത്രത്തോളം അതിൽ എഫേർട്ട് ഇടുക ആൻഡ് പ്രാർത്ഥിക്കുക ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുക. സോ ആൻഡ് ഐ തിങ്ക് ഇത് എൻ്റർടൈനർ ആയിരിക്കും. ബിക്കോസ് നമ്മളെ ഒരു സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഇങ്ങനെ വേറൊന്നും ചിന്തിപ്പിക്കാതെ ഇരുത്തുന്ന ഒരു കാര്യമാണല്ലോ എൻ്റർടൈനർ. അതിപ്പം ഞങ്ങൾ 2 സിനിമ ഒരുവിധം കണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ കണ്ടില്ല, മേ ബി VFXന് മുന്നേ സുരേഷ് സാർ ഞങ്ങൾ 2 ഇരുത്തിന്ന് കാണിച്ചിരുന്നു. സോ ആൻഡ് വി ലവ്ഡ് ഇറ്റ്. സോ നൈ ഇറ്റ്സ് അപ് ടു ദി ഓഡിയൻസ്. സോ കണ്ടിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിലാണെങ്കിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ.
എനിക്ക് അസ്കറിൻ്റെ യാത്ര ഇനി നല്ല രീതിക്ക് തുടരണം. തീർച്ചയായും. നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കുട്ടികളൊക്കെ ഞാൻ കണ്ടിരുന്നു, ഒരു വെഡ്ഡിങ്ങിന് പോയപ്പോൾ കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എന്നോട് സംസാരിച്ചു, അവരെല്ലാവരും സംസാരിച്ചു. പക്ഷേ നല്ല നല്ല സിനിമകൾ കിട്ടുക, നല്ല നല്ല സിനിമയിലെ ഭാഗമാവുക. ഏറ്റവും ഭാഗ്യം മമ്മൂക്കാടെ നായികയുടെ ഭാര്യ എന്ന സിനിമയിലെ ഭാര്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമല്ലേ. കാരണം ഞങ്ങൾ തമിഴിൽ അഭിനയിച്ചപ്പോഴും എന്നെ അറിയത്തില്ല, റൈജിക്ക് എന്നെ അറിയത്തില്ല. അന്ന് മമ്മൂട്ടി ലുക്കൊന്നും ഇല്ലായിരുന്നു തമിഴിലെ വന്നത്. അത് ഫുൾ ക്ലീൻ ഷേവ്, ലെൻസ് എല്ലാം വേറെ പോലായിരുന്നു. മറ്റേ സേട്ടിന്റെ പോകാനായിട്ട് അവർ റൈജിക്ക് എന്നെ അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് പടം കഴിഞ്ഞു, റൈജി ഞാൻ വെറുതെ അപ്പടിങ്ങളാ നീ അങ്ങനെയാണ്. അന്നാണ് എന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ DNA-ൽ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ വളരെ സന്തോഷം. വലിയൊരു പ്രോജക്റ്റാണ്. കാരണം ഭയങ്കര സസ്പെൻസ് ഉള്ളൊരു പടമാണ്. നല്ല വർക്ക്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. എല്ലാവരും എന്ന് പറയാൻ പ്രൊഡക്ഷനിലെ ആൾക്കാർ വരെ അത്രത്തോളം കഷ്ടപ്പെട്ട പടമാണ്. കുറെ ഗോഡൌണും കുറെ പരിപാടികളും ഒക്കെ ഉണ്ട്. ഭയങ്കര സംഭവം. ആക്ഷൻ ഉണ്ടെന്നോ? നല്ല ആക്ഷൻ. 5 ഫൈറ്റ് ഉണ്ട്. അത് വലിയ അതും എല്ലാം ഡിഫറെന്റ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ്, ടോപ്പ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ്. സ്റ്റണ്ട് സെൽവ ചെയ്തത്, കനൽക്കണ്ണൻ മാസ്റ്റർ, രൺരവി മാസ്റ്റർ. எல்லா சீக்வென்ஸுக்கு வேற வேற மாஸ்டர். உங்களுக்கு ஃபைட் இருக்கா? அது படம் பாருங்க. படம் பார்த்துட்டு ஃபைட் படம் பார்த்துட்டு சொல்லுங்க. படம் பாருங்க. ஏதா ஒரு குடுக்கணும்ல எக்ஸைட்மென்ட். இல்ல തീർച്ചയായിട്ടും. இது இப்போ எல்லா இன்டர்வியூல சொன்னா படமும் நரேஷன் இன்டர்வியூல சொன்னீங்க. അല്ല നമ്മ ഫിലിം ഒന്നും பேசலங்க. இல்ல பத்தி ஒண்ணுமே பேசல. அத நான் பேச கூடாது. அதுதான் இப்படி இருக்கேன். അങ്ങനെയല്ല നമ്മൾ പിടിച്ചും പോയി. അപ്പം ഓരോ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക്. സിനിമ സൂപ്പർ ഹിറ്റ്. നിങ്ങൾ മലയാളത്തിൽ ചൊല്ലുക, സിനിമ റിലീസ് പണിയെടുക്കുക, എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. മലയാളത്തിൽ സിനിമ റിലീസ് ആകുമ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. റിപ്പീറ്റ്. ഓക്കേ. സിനിമ റിലീസ് ആകുമ്പോൾ സിനിമ റിലീസ് ആകുമ്പോൾ 14-ാം തീയതി എല്ലാവരും കാണണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പൊളി. തമിഴിൽ പറ. സിനിമ റിലീസ് ആക പോற 14-ാം തീയതി நீங்க எல்லாம் சப்போர்ட் பண்ணணும். உங்களோட எல்லாம் blessing இருக்கணும். Thank you. வணக்கம். தேங்க்யூ எல்லாம். வணக்கம். நீங்க பிரெஞ்ச்ல சொல்லுங்க. பிரெஞ்ச் நீங்க சொல்லுங்க. ஹைதரிகா ப்ராம்ப்ட் பண்ணுங்க. சொல்லுங்க. இல்ல நீங்க ஹிந்தில சொல்லுங்க. ஹிந்தில நீங்க சொல்லுங்க. ஹிந்தில சொல்லுங்க. ஹிந்தில. अल्लाह. പറഞ്ഞോ. 14 जून को DNA फिल्म रिलीज हो रही है. DNA फिल्म रिलीज हो गई है. नहीं हो रही है. सॉरी. आप लोगों का सपोर्ट चाहिए. हमने बहुत मेहनत किया है. और आपको जरूर अच्छा लगेगा. अच्छा लगेगा. हाँ, थैंक यू सो मच. आपको सपोर्ट के लिए. അപ്പൊ 14-ാം തീയതി മലയാളത്തിൽ ഞാനങ്ങ് പറയാം അല്ല. ഓക്കെ. അപ്പൊ 14-ാം തീയതി DNA റിലീസാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരിട്ട് അറിയിക്കുക. ഇവരെല്ലാം ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നേരിട്ട് അറിയിക്കുക. കൃത്യമായിട്ട് തന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അല്ലേ? വാട്സാപ്പ് നമ്പർ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും. ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു സിനിമയാണ്. ഒത്തിരി നാളത്തെ കഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. നമുക്കൊക്കെ കുറേ ആളുകളെ വീണ്ടും മലയാള സിനിമയിലേക്ക് കിട്ടിയ ഒരു സിനിമയാണ്. അപ്പം DNA എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിൻ്റെ 50-ാം ദിവസം 100-ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം തരുമാറാകട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. വണക്കം.